തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അഴിമതിക്കെതിരായ ജനവിധിയെന്ന് സിപിഐഎം. ജാതിമത ശക്തികളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ബിജെപി ശ്രമിച്ചുവെന്നും സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ആർഎസ്എസ് വർഗീയതയ്ക്കെതിരെ ഡിസംബർ 1 മുതൽ 6 വരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സൗമ്യ, കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ദില്ലിയിൽ ചേർന്ന സിപിഐഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരാമർശിച്ചത്. കേരളത്തിൽ LDFന് വൻ വിജയം നൽകിയ ജനങ്ങളെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അഭിനന്ദിച്ചു. ഈ തെരഞ്ഞെടുപ്പിനെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തിലെ UDF സർക്കാരിന്റെ അഴിമതിക്കെതിരെയും അതോടൊപ്പം തന്നെ ജനദ്രോഹ നയങ്ങൾക്ക് എതിരെയുമുള്ള വിധിയെഴുത്തായാണ് വിലയിരുത്തിയത്. അതോടൊപ്പം തന്നെ BJP ജാതി സംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ട് നടത്തിയ വർഗീയ ധ്രുവീകരണത്തിന്റെയും വർഗീയ രാഷ്ട്രീയത്തിനും കേരളത്തിലെ ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകിയെന്നും CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. അതോടൊപ്പം BJPക്കുണ്ടായ വോട്ട് ശതമാനത്തിൽ നേരിയ വർധനവ് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് വോട്ടുകളാണ് BJPയിലേക്ക് മാറിയതെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കൂടാതെ ബീഹാറിൽ BJPക്ക് തിരിച്ചടി നൽകിയ ജനങ്ങളെയും കേന്ദ്ര കമ്മിറ്റി അഭിനന്ദിച്ചു. അതോടൊപ്പം തന്നെ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി വിശദമായി പരിശോധിക്കുകയുണ്ടായി. അതിൽ തന്നെ RSS സംഘപരിവാർ സംഘടനകൾ രാജ്യത്ത് നടത്തുന്ന വർഗീയ പ്രവണതകൾ അസഹിഷ്ണുതക്കെതിരെ ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിനും തീരുമാനമുണ്ടായി. ഡിസംബർ 1 മുതൽ 6 വരെ 6 ഇടതുപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 15 മേഖലകളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ വിയോജിപ്പും കേന്ദ്ര കമ്മിറ്റി രേഖപ്പെടുത്തി. പ്രത്യേകിച്ചും ക്യാബിനറ്റിന്റെ പോലും അംഗീകാരമില്ലാതെ, പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ എല്ലാ ജനാധിപത്യ മര്യാദകളെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അപലപനീയമാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നയങ്ങളെല്ലാം തന്നെ ജനങ്ങളെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പരിപ്പ് വർഗ്ഗങ്ങളുടെ വിലയുൾപ്പെടെ കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതെന്നും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തുകയുണ്ടായി. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വിഭവശേഷിയെ വിദേശ ശക്തികൾക്ക് കൊള്ളയടിക്കാനുള്ള അവസരമാണ് ഇത്തരത്തിൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക വഴി തുറന്നു കൊടുക്കുന്നത് എന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. സൗമ്യ.